Hi students, myself Sonia Mary, Assistant Professor, Don Bosco College, Kottayam. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിനകത്ത് ഉപയോഗിക്കുന്ന വേരിയസ് ടെസ്റ്റിംഗ് ടെക്നിക്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് വണ്ണായ റിക്വയർമെന്റ് ബേസ്ഡ് ടെസ്റ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടറി വാല്യൂ അനാലിസിസ്, BVA. വാട്ട് ഈസ് BVA ടെസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ അത് which means boundary value analysis. Okay, it is performed by creating tests that excise the edges of the input and output classes identified in the specification. നമ്മുടെ പ്രോഗ്രാമിങ്ങിൻ്റെ അകത്ത്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഇൻപുട്ട് വാല്യൂസിന്റെ ബൗണ്ടറി വാല്യൂസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയാണ് ബൗണ്ടറി വാല്യൂ അനാലിസിസ്. The test cases can be derived from the boundaries of the equivalent classes. ഇൻപുട്ടിന്റെ ഡൊമൈനിൽ വരുന്ന സെറ്റ് ഓഫ് ഇൻപുട്ട് വാല്യൂസിന് പറയുന്ന പേരാണ് ഡൊമൈൻ. ഓക്കെ, ഇൻപുട്ട് ഡൊമൈൻ്റെ അകത്ത് വരുന്ന ബൗണ്ടറി വാല്യൂസിനെയാണ് നമ്മളിവിടെ ടെസ്റ്റ് കേസസ് ആയിട്ട് എടുക്കാറുള്ളത്. ഓക്കെ, programmers generally sometimes programmers fail to check the special processing required especially at the boundaries of the equivalent classes. ചില സമയത്ത് നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കും, ബൗണ്ടറി വാല്യൂസിന് ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് പ്രോജക്റ്റ് ഫെയിലിയറിന് തന്നെ കാരണമാകും. ഫോർ എക്സാമ്പിൾ എ മിസ് റെപ്രസെന്റേഷൻ ഫോർ ലെസ് ദാനിന് പകരം നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊരു മിസ് റെപ്രസെന്റേഷനോ മിസ് റെപ്രസെന്റേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിന്റെ ഔട്ട്പുട്ട് തന്നെ മാറിപ്പോകും. ഓക്കെ, അപ്പോൾ ബൗണ്ടറി വാല്യൂ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. In boundary value analysis technique, the test cases are designed to include values at the boundary. Test cases നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഒരു റേഞ്ച് ഓഫ് വാല്യൂസിന്റെ ബൗണ്ടറി വാല്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറുള്ളത്. It is used to identify errors at the boundaries rather than finding those exist in the center of the input domain. നമ്മുടെ സെറ്റ് ഓഫ് ഓൾ ഇൻപുട്ട് വാല്യൂസിലെ മിഡിലുള്ള വാല്യൂസ് അല്ല, ആ റേഞ്ചിന്റെ അകത്ത് വരുന്ന മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ടെസ്റ്റിംഗ് മെത്തേഡാണ് ബൗണ്ടറി വാല്യൂ ടെസ്റ്റിംഗ്. കൺസിഡർ ദ എക്സാമ്പിൾ. Assume we have to test the field which accept age between 18 to 56. 18 തൊട്ട് 56 വരെയുള്ള ഏജ് മാത്രമേ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ മിനിമം ബൗണ്ടറി വാല്യൂ 18ഉം മാക്സിമം ബൗണ്ടറി വാല്യൂ 56ഉം ആണ്. അപ്പം ബിറ്റ്വീൻ 18 ആൻഡ് 56ന്റെ റേഞ്ച്, ആ റേഞ്ചിനുള്ളിൽ വരുന്ന വാല്യൂസ് ആണ് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് വാല്യൂസ്. ഇപ്പൊ ബൗണ്ടറി വാല്യൂ അനാലിസിസിന്റെ അത് നമ്മൾ നോക്കിക്കേ, മിനിമം -1, അതായത് 18 - 1 which is 17, and the maximum value 56 plus 1, അതായത് 57. ഓക്കെ, ഈ രണ്ട് വാല്യൂസും നമ്മൾ, ഈ ഇൻവാലിഡ് വാല്യൂസും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ടെസ്റ്റ് കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യും. നമുക്കറിയാം വാലിഡ് വാല്യൂസ് 18 തൊട്ട് 56 വരെ, ഇൻക്ലൂഡിങ് 18 ആൻഡ് 56. ഓക്കെ, ആ റേഞ്ചിനുള്ളിൽ വരുന്ന വാല്യൂസിനെ നമ്മൾ എന്താക്കി എടുക്കും? വാലിഡ് ഇൻപുട്ട് ആയിട്ടും മിനിമം വാല്യൂ -1 എന്നുള്ളതിനെ ഇൻവാലിഡ് ആയിട്ടും മാക്സ് +1 എന്നുള്ളതിനെ എന്തായിട്ട് എടുക്കും? ഇൻവാലിഡ് ഇൻപുട്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഈ എക്സാമ്പിളിൽ വരുന്ന ടെസ്റ്റ് കേസ് 1 ഏതാണെന്ന് നോക്കിക്കേ, 17. ഓക്കെ, വിച്ച് ഇസ് ആൻ ഇൻവാലിഡ്. ദെൻ 18, 19, 56, 55, 57. ഇൻവാലിഡ് ഏതാണ് വാലിഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബൗണ്ടറി വാല്യൂ അനാലിസിസിന്റെ ലിമിറ്റേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വൺ ഓഫ് ദ മെയിൻ ലിമിറ്റേഷൻ ഓഫ് ബൗണ്ടറി വാല്യൂ അനാലിസിസ് ഇസ് ഇറ്റ് cannot be used for Boolean and logical variables. Boolean operators, true or false അല്ലെങ്കിൽ ലോജിക്കൽ വേരിയബിൾസിന്റെ കോമ്പിനേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ ബൗണ്ടറി വാല്യൂ അനാലിസിസ് കുറച്ച് ടഫ് ആയിരിക്കും. Cannot estimate boundary analysis for some variables like countries. ചില വേരിയബിൾസ് അല്ലെങ്കിൽ സ്ട്രിങ്സിന്റെ ബൗണ്ടറീസ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. It is not useful for strongly typed languages. Okay. Next topic is equivalence class partitioning. This type of testing is based upon the assumption that programmers' input and output domains can be partitioned into a finite number of valid and invalid classes such that all cases in the single partition exercise the same functionality or exhibit the same behavior. ഒരേ behavior, ഒരേ functionality വരുന്ന different valuesനെ നമ്മൾ പല ഗ്രൂപ്പായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്ത് വാലിഡ് അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നുള്ള ലേബലിൽ നമ്മൾ നടത്തുന്ന ടെസ്റ്റിങ്ങിന് പറയുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഓക്കെ, ഒരേപോലെ ഔട്ട്പുട്ട് വരാൻ സാധ്യതയുള്ള ഒരേപോലെ വരുന്ന വേരിയബിൾസിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഫൈനൈറ്റ് നമ്പേഴ്സ് ഓഫ് സെറ്റ്സ് ആക്കി മാറ്റുന്നു. ഓക്കെ, അതിനെ നമ്മൾ ലേബൽ ചെയ്യാൻ പറ്റും ഏത് വാലിഡ് ഇൻപുട്സ് ഓർ ഇൻവാലിഡ് ഇൻപുട്ട് എന്ന് ലേബൽ ചെയ്ത് മാറ്റുന്ന അത്തരം
ടെസ്റ്റിംഗ് സ്ട്രാറ്റജിക്ക് പറയുന്ന പേരാണ് ഈക്വലൻസ് ക്ലാസ് പാർട്ടീഷനിങ്. ഓക്കെ, partitioning is done such that the program behave in a similar way every input value is belonging to the equivalent class. ആ പാർട്ടീഷനിങ് ചെയ്യുന്ന വെച്ചാൽ പാർട്ടീഷനിങ് ഉള്ളിലുള്ള ഇൻപുട്ട് വാല്യൂസ് എല്ലാം ഒരേപോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുന്നത്. ഒരേപോലെ ബിഹേവ് ചെയ്യുന്ന ഇൻപുട്ട് വാല്യൂസിനെല്ലാം നമ്മൾ ഒരു ക്ലാസ് ആക്കി മാറ്റും. ഓക്കെ, ആൻഡ് equivalent class is determined by examining and analyzing the input data range. ഇൻപുട്ട് ഡേറ്റ റേഞ്ചിനെ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പാർട്ടീഷൻ ചെയ്യുന്നത്. The success of this approach depends on the testers being able to identify the partition of the input and output space for which the reality cause distinct sequence of program source code is to be executed. ഈ പാർട്ടീഷന്റെ സക്സസ് എന്ന് പറയുന്നത് ഈ ടെസ്റ്ററിന് ഈ ഇൻപുട്ട് വാല്യൂസ് അല്ലെങ്കിൽ ഈ റേഞ്ച് ഓഫ് ഇൻപുട്സിനെ കറക്റ്റ് ഓർഡറിൽ പാർട്ടീഷൻ ചെയ്യാൻ പറ്റണം. ഒരേപോലെ വരുന്ന ഔട്ട്പുട്ട് നൽകുന്ന ഇൻപുട്ട് വാല്യൂസിനെ ഒരു പാർട്ടീഷനുള്ളിൽ വരുത്താൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ ടെസ്റ്റിംഗ് സക്സസ് ആയി മാറും. ഓക്കെ, equivalent class partitioning. Okay, here we are discussing about the steps for creating test cases are as follows. Define the equivalent classes. The first step is define the equivalent classes. Okay, how many partitions? The partitions in engane define cheya. Then write the initial test cases and cover as many as valid equivalent classes as possible. എല്ലാ valid equivalent classes-ഉം cover ചെയ്യാൻ ശ്രമിക്കുക. Continue writing test cases until all the valid equivalent classes have been included. എല്ലാ പാർട്ടീഷൻസും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സസിനെയും ഉൾപ്പെടുത്തുന്ന രീതിയിൽ വേണം നമ്മൾ ടെസ്റ്റ് കേസസ് റൈറ്റ് ചെയ്യാൻ. ഫൈനലി ടെസ്റ്റ് 1 ടെസ്റ്റ് കേസസ് ഫോർ ഈച്ച് ഇൻവാലിഡ് ക്ലാസ്സസ്. ഈ ക്ലാസ്സിൽ വരുന്ന ഏതെങ്കിലും ഒരു ഇൻപുട്ട്, ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് കാണും ഓരോ ക്ലാസ്സസിലും. ആ ക്ലാസ്സിലെ ഒരു വാല്യൂവിനെ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, അന്നേരം ടെസ്റ്റ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഇക്വലന്റ് ക്ലാസ് പാർട്ടീഷൻ ടെസ്റ്റ് കേസസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഏജിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് 18 to 56 ആണ്. ഓക്കെ, നമ്മൾക്കറിയാം ഈ 18 to 56 എന്ന് പറഞ്ഞ റേഞ്ച് ഓഫ് ഇൻപുട്സ് ആണ് ടെക്സ്റ്റ് ബോക്സ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പം ഒരേപോലെ ഔട്ട്പുട്ട് വരുന്ന ക്ലാസ്സുകളെ നമ്മൾ പാർട്ടീഷൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 18 to 56 എന്ന് പറഞ്ഞത് വാലിഡ് ആയിട്ടുള്ള ഇൻപുട്ട് റേഞ്ച് ആണ്. ഓക്കെ, അപ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 തൊട്ട് താഴോട്ടുള്ള നമ്പേഴ്സ് 17, 16, 15 ഇതെല്ലാം നമ്മൾക്ക് എന്ത് തരും, ഇൻവാലിഡ് ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. അതേപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 57 തൊട്ട് 58, 59, 60 ആ വരുന്ന റേഞ്ച് ഓഫ് വാല്യൂസും അവിടെ എന്തായിരിക്കും തരുന്നത്, ഇൻവാലിഡ് ഔട്ട്പുട്ട് ആയിരിക്കും തരുന്നത്. ഇവിടെ അപ്പോൾ നമ്മൾ 3 പാർട്ടീഷൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17, 18 to 56 എന്ന് പറഞ്ഞ റേഞ്ച്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17. ഇങ്ങനെ നമ്മുടെ ഇൻപുട്ടിനെ 3 ക്ലാസ്സസിലായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. ഇനി വാലിഡ് ക്ലാസ് ആയ 18 to 56 പിക്ക് എനി വൺ ഇൻപുട്ട് ടെസ്റ്റ്. 18 to 56 ഏതെങ്കിലും ഒരു വാല്യൂ നമ്മൾ ഇവിടെ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇൻവാലിഡ് ക്ലാസ് ആയ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 17 എന്ന് പറഞ്ഞ ഇൻപുട്ട് കേസിലെ ഒരു വാല്യൂ ടെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 57 എന്ന് പറഞ്ഞ ഇൻവാലിഡ് ക്ലാസ്സിലെയും 1 ഇൻപുട്ട് ഡേറ്റ മാത്രം എന്ത് ചെയ്താൽ മതിയാവും, ടെസ്റ്റ് ചെയ്താൽ മതിയാവും. വി ഹാവ് ഓൺലി 1 വാലിഡ് ആൻഡ് 2 ഇൻവാലിഡ് കണ്ടീഷൻസ് ഹിയർ. ഈ ഒരു കേസ് നമ്മൾ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെ 1 വാലിഡ് കേസും 2 ഇൻവാലിഡ് കണ്ടീഷൻസുമാണ് പാർട്ടീഷനുള്ളിൽ വരുന്നത്. ഓക്കെ, advantages of equivalent class partitioning. It eradicates the need for exhaustive testing which is not feasible. നമുക്ക് ക്ലാസ്സസ് എഫക്റ്റീവ് ആയിട്ട് പാർട്ടീഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ടെസ്റ്റ് കേസസിൽ 1 ഇൻപുട്ട് മാത്രം നമുക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റും. One of the advantages of equivalent class partitioning is it enables a tester to cover a large domain of inputs or output with a smaller subset. ഒരു വലിയ റേഞ്ച് ഓഫ് ഇൻപുട്ടിൽ നിന്നും നമുക്ക് ആ ഇൻപുട്ടുകളെ പാർട്ടീഷൻ ചെയ്ത് കുഞ്ഞു റേഞ്ച് സബ്സെറ്റുകളാക്കി നമുക്ക് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇറ്റ് അലൗസ് എ ടെസ്റ്റർ ടു സെലക്ട് എ സബ്സെറ്റ് ഓഫ് ടെസ്റ്റ് ഇൻപുട്സ് വിത്ത് എ ഹൈ ചാൻസ് ഓഫ് ഐഡന്റിഫൈങ് ദ ഡിഫക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സബ്സെറ്റിനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, here we are discussing about the limitations of equivalent class partitioning. Okay, one of the limitations of this technique is that the assumption that the data in the same equivalent class is proceeded in the same way be the system. അതായത് നമ്മൾ ഡിഫറെന്റ് ക്ലാസ്സസ് പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സസിലെ ഒരു ടെസ്റ്റ് കേസ് മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യാറുള്ളൂ, ഒരു ഡേറ്റ ഇൻപുട്ട് മാത്രമേ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളൂ, എന്നിട്ട് ബാക്കി നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ്.
അതേപോലെ തന്നെ ബാക്കി റേഞ്ചസ് ഓഫ് വാല്യൂവും ബിഹേവ് ചെയ്യും എന്നുള്ളത്. അത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. Equivalent partition is not a standalone method to determine the test case. It has supplemented by boundary values. ഇത് മാത്രം പോരാ, ഇക്വലന്റ് ക്ലാസ് ടെസ്റ്റിങ്ങിനോടൊപ്പം നമ്മൾ ബൗണ്ടറി വാല്യൂ അനാലിസിസ് കൂടെ നടത്തുവാണെങ്കിൽ ഈ ടെസ്റ്റിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി സെഷനിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. നിങ്ങൾ ചെയ്യാറുള്ളത് പോലെ തന്നെ പിക്ക് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.